ഫ്രണ്ട്സ്, മിനിവൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ മീശപ്പുലിമല ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രാവലിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രക്കിംഗ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് നേരിട്ടും ഗവൺമെൻറ് സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ അങ്ങനെ നമുക്ക് ഈ ട്രക്കിംഗ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് പോസ്റ്റ് ഓഫീസാണ്, മൂന്നാർ പോസ്റ്റ് ഓഫീസ്. SRTC സ്റ്റാൻഡ് കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്റ്റോപ്പിലെത്തുന്നത്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇന്ന് 10:45 എല്ലാ ടീമും എത്തും. എന്നിട്ട് നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങും സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് നാളെ രാവിലെയാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫ്രഷപ്പ് ചെയ്യാനുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മണിക്കൂർ വരത്തേക്ക് റൂം കിട്ടും. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ യാത്ര ആരംഭിച്ചവരെല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ റോസ് ഗാർഡനാണ്. ഈ റോസ് ഗാർഡനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിർത്തിയിട്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് പാസ് എടുക്കണം. നമ്മുടെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തി വിടില്ല. ഈ ടാക്സി വാഹനങ്ങൾ മാത്രമേ കടത്തി വിടൂ. മുകളിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പിന്നെ പാസ് എടുക്കണം. പാസ് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാലക്കാടുള്ള സൈലൻറ്റ് വാലി അല്ല, ഇവിടെ ഒരു സൈലൻറ്റ് വാലി ഉണ്ട്. അവിടെ അത് കഴിഞ്ഞിട്ട് റോഡോ വാലി എത്തും. റോഡോ വാലിയിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുക. നാളെ രാവിലെയാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ഏതാണെന്നറിയോ? ഇതാണ് സൈലൻറ്റ് വാലി. പാലക്കാടുള്ള സൈലൻറ്റ് വാലി അല്ല കേട്ടോ, ഇത് മൂന്നാറിലൊരു സൈലൻറ്റ് വാലി ഉണ്ട്. നമ്മൾ മീശപ്പുലിമല ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തുന്ന മുമ്പ് ഉള്ള ഒരു സൈലൻറ്റ് വാലിയാണ്. നിങ്ങൾ റീൽസിലൊക്കെ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഗ്രൗണ്ടിന് സൈഡിലായിട്ട് കുറേ അക്വേഷ്യ മരമല്ല, ഇത് യുക്കാലിപ്സ് മരങ്ങളാണെന്ന് തോന്നുന്നു. യുക്കാലിപ്സ് മരങ്ങളും അതിനടുത്ത് വലിയൊരു ഗ്രൗണ്ടായിട്ട് അടിപൊളി മനോഹരമായൊരു സ്ഥലമാണ് സൈലൻറ്റ് വാലി. അപ്പോൾ മൂന്നാറിലും ഒരു സൈലൻറ്റ് വാലി ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്കിന്നെ ഡ്രോൺ ഷോട്ടൊന്ന് കാണാം. നല്ല കാറ്റുണ്ട്, എന്നാലും നമുക്ക് പറത്തി വെക്കാം. നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. റോഡോ വാലി എന്ന് പറയുന്നത്. റോഡോ ഫ്ലവറുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് റോഡോ വാലി എന്നതിന് പേര് വന്നത്. പക്ഷേ ഇവിടെ ഫ്ലവറൊന്നും കാണുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ടെൻറ്റ് സ്റ്റേ ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ 8 ടോയ്ലറ്റ് ഉണ്ട്. പ്രധാനമായും ടെൻറ്റ് സ്റ്റേ 2 പേർക്ക് താമസിക്കാവുന്ന സ്റ്റേ ഉണ്ട്, 3 പേർക്ക്, 5 പേർക്ക് അങ്ങനെ ഉള്ള ടെൻറ്റുകളാണുള്ളത്. നിങ്ങളതിൻ്റെ പുറകിൽ അവിടെ കാണാം ടെൻറ്റ്. അപ്പോൾ നല്ല തണുപ്പാണ്. ഇതിപ്പോൾ മാർച്ച് മാസം ആയിട്ട് കൂടി നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇനിയിപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഇനിയൊരു വാട്ടർഫോൾ ഉണ്ട്. അവിടെ പോയിട്ടൊന്ന് കുളിക്കാനൊക്കെയാണ് പ്ലാന്. അതിനുശേഷം രാത്രി ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാളെ രാവിലെ പുലർച്ചെ ഒരു 5 മണിക്ക് ഇവിടുന്ന് ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ഇവിടെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയൊക്കെ രാത്രി വരാനുള്ളൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ടാക്സി, ജീപ്പുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് 2 രീതിയിൽ ഇങ്ങോട്ട് വരാം. അതായത് നമുക്ക് ഏതെങ്കിലും ക്ലബ്ബുകൾ, ഞങ്ങളിപ്പം പ്രണയമാട് യാത്രയോട് എന്ന ഒരു ക്ലബ്ബ് നടത്തുന്ന ഒരു പാക്കേജിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി KTDC മൂന്നാർ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ പല റേറ്റിലുണ്ട്. ഇവിടെ താമസം കാര്യങ്ങളും, കോട്ടേജ് താമസിക്കുന്നതിന് വേറെ റേറ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത്. 2 ഡേയ്സ്. അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള ഫുഡ്, രാത്രി സ്റ്റേ, പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പാക്കേജ് ഉള്ളത്. എന്തായാലും അടിപൊളി വൈബാണ്. ഏത് ടൈമിലും നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണിത്. ഇനിയിപ്പം നാളെ രാവിലെ നമുക്ക് മീശപ്പുലിമലയിലേക്ക് പോകാം. ഇനി അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് കിട്ടുമെന്ന് നോക്കാം, അതൊന്ന് കാണാം.
ചെയ്യാൻ പോകുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും. നേപ്പാളിൻ്റെ ഔദ്യോഗിക പുഷ്പമായ റോഡോഡെൻഡ്രോണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ഫൈനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങളൊന്നും ഡംപ് ചെയ്യാൻ പാടില്ല. ക്രോസ് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ റിസ്ക്കുകളുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിട്ട് ട്രെക്ക് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നടക്കുന്നത് ഏകദേശം ഒരു 42ഓളം പേരുണ്ട്. കേരളത്തിൻ്റെ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു 2 ദിവസമായിട്ട് ഇന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാധനവും അങ്ങോട്ട് ഇടാനോ അവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് എടുക്കാനോ പാടില്ല. കട്ടിക്ക് മടി വണ്ണത്തിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അങ്ങനെ അവസാനം നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാളെ പുലർച്ചെയാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് രാത്രി 9 മണിയാകുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ടെൻറ്റിൽ സ്റ്റേ ചെയ്ത് രാത്രി ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടോ. ഇനി രാവിലെ പുലർച്ചെ 4 മണിക്ക് വേണം എഴുന്നേൽക്കാൻ. എഴുന്നേറ്റ് ഫ്രഷായിട്ട് 5:30 ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ 5:30 യാത്ര ആരംഭിച്ച് കാട്ടിലൂടെ ഒരു ഓഫ് റോഡ് ജീപ്പ് സവാരി, അതായത് 7 കിലോമീറ്ററോളം ദൂരം നമ്മൾ വന്ന് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ട് കേട്ടോ താഴെ, അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ സൺറൈസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റ്, അവിടത്തേക്കാണ് ട്രെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളിത് കയറുന്ന സമയത്ത് എന്താ പറയുക, പെട്ടെന്ന് ഓടിക്കയറിയാൽ നല്ല കിതപ്പുണ്ടാകും. കാരണം നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അതുപോലെ പെട്ടെന്ന് കിതയ്ക്കും. പതുക്കെ കയറിയാൽ ഓക്കെ ആയിട്ട് കയറി പോവാം. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്, നല്ല കോടമഞ്ഞുണ്ടായിരുന്നു വരുന്ന സമയത്ത്. ഇപ്പോൾ കാറ്റടിച്ച് അതൊക്കെ കുറേയൊക്കെ പോയി. എന്താണ് നമുക്ക് മുകളിലെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ സൺറൈസ് പോയിൻറ്റിൻ്റെ മണ്ടയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ മിക്കവാറും സൺറൈസ് ഒന്നും കാണാനുണ്ടാവില്ല, അത്രയും ഫോഗും കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു വൈബ് കണ്ടില്ലേ, അടിപൊളിയാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നടന്നു വന്നത്. ആ ഒരു ബേസ് ക്യാമ്പ് ഒന്ന് ഇങ്ങനെയുള്ള ഈ ഒരു കാറ്റാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പ്രശ്നമാണ്. പെട്ടെന്ന് കയറിയാൽ പണി കിട്ടും. കണ്ടില്ലേ, നല്ല കാറ്റാണ്. മഞ്ഞിങ്ങനെ പാഞ്ഞിറങ്ങാണ് താഴോട്ടേക്ക്. മഞ്ഞ് മാറി മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്.
മഞ്ഞൊക്കെ ചെറുങ്ങനെ മാറിട്ടോ അപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ, കണ്ടില്ലേ? അടിപൊളി കാഴ്ചകളാണ്. കോടമഞ്ഞിങ്ങനെ ഒഴുകി നടക്കുകയാണ് പഞ്ഞിക്കെട്ടുകൾ പോലെ. നമ്മുടെ ബേസ് ക്യാമ്പ് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ നടന്ന് വന്നത്. അവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്നില്ലേ ഒരു ചെറിയ വെള്ളം, ജലാശയം? അതാണ് മാട്ടുപ്പെട്ടി ഡാം. അതിൻ്റെ ഒരു ദൂര കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ മീശപ്പുലിമല ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട്. ഈ സൺറൈസ് പോയിന്റിൽ നിന്ന് എല്ലാവരും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ 7 മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എല്ലാവരും താഴോട്ടേക്ക് ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നടന്ന് അവിടെ എത്തി. അപ്പോൾ ഇനി 7 മലകൾ കൂടി കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ മീശപ്പുലിമല എത്താൻ വേണ്ടി. എല്ലാവരും എത്തിക്കഴിഞ്ഞ് ഏകദേശം 50ഓളം പേര് ഉണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പും വേറെ 2-3 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മല എനിക്ക് കാണണം. ആ മല കയറി ഇറങ്ങി അങ്ങനെ ഇങ്ങനെ പോകണം. വേണമെങ്കിൽ വെള്ളം നിറക്കട്ടോ ഇതിനകത്തുനിന്ന്. നല്ല വെള്ളം. ഏതാണ് ഈ ചുവന്ന പൂ വേണ്ടില്ലേ? ഇതാണ് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം. ഇത് പറിക്കാൻ നമ്മളിപ്പോൾ 1ാമത്തെ മല കയറി ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഈ മല കയറണം. 2ാമത്തെ കുഞ്ഞു മലകളാണ് കേട്ടോ. പക്ഷേ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ച് കുഞ്ഞു പോലെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ കയറുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കാറ്റുണ്ട്. ഇവർ പോളണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവർ മൂന്നാറിലേക്ക് മാത്രമായിട്ട് വന്നു. ഇവർ ഇത് കഴിഞ്ഞിട്ട് മധുരയിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇനി നമ്മൾ അടുത്ത മല കയറുകയാണ് കേട്ടോ. ചെറിയ കുന്നുകളാണ്. കയറി ഇറങ്ങി അങ്ങനെ 7 മലകൾ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മളവിടെ എത്താൻ. ബാക്കിയുള്ള ടീമിനൊന്നും കാണുന്നില്ല. അവർ മെല്ലെ വരുന്നേ ഉള്ളൂ. കുറച്ച് പേര് മുന്നിൽ പോയിട്ടുണ്ട്. ഗൈഡും കുറച്ച് പേര് മുന്നിൽ പോയിട്ടുണ്ട്. നല്ല ചെറുങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരെത്തിയില്ല. അവരെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ മീശപ്പുലിമലയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. പക്ഷേ നല്ല കോടമഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ ഫോഗാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കൂടി നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. കുറച്ച് സമയം നിന്നിട്ട് നമുക്ക് ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ മെല്ലെ തിരിച്ചിറങ്ങാം. പക്ഷേ അടിപൊളി വൈബാണ്. ഇതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം. ഇനിയിപ്പം ഈ ഒരു ഫോഗൊക്കെ മാറിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും കാണുന്നില്ല. എന്നാൽ കുറച്ച് നിന്ന് നോക്കാം. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നയൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാണും. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമായ റോഡോഡെൻഡ്രോൺ ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് പറിക്കാൻ പാടില്ല. ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ വന്ന വഴിയിലല്ല തിരിച്ചിറങ്ങുന്നത്, വേറൊരു വഴിയിലാണ്. അപ്പോൾ അത്രയും ദൂരം നമ്മളിങ്ങോട്ട് വന്ന അത്രയും ദൂരം ഇറങ്ങാനില്ല. എന്തായാലും ഈ കോട മാറിയിട്ട് കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതിയാൽ നടക്കുന്ന കാര്യമില്ല. 9 മണിയായി സമയം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ തിരിച്ചിറങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിറക്കം ആരംഭിച്ചു കഴിഞ്ഞു. 2 സൈഡിലും വലിയ കുയ്യല്ലേ കുയ്യ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ എഞ്ചിൻ തവിട് പൊടി. എന്താ വലിയ കൊക്കയാണ്.
നമ്മൾ കയറി അത്ര ദൂരം ഇറങ്ങാനില്ല. അപ്പോൾ ഇറക്കം കുറച്ച് പെട്ടെന്ന് കഴിയും. എന്നാലും കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മളിപ്പോൾ 9 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ നല്ല വൈബാണ്, നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും അതുപോലെ കോടമഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര പ്രത്യേകത ഫീലാണ്. അത് ഇവിടെ വന്നിട്ട് അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ താഴെ എത്തി. ഇതാ റോഡോ മെൻഷൻ, നമ്മൾ ഫസ്റ്റ് കയറാൻ തുടങ്ങിയ സ്ഥലമാട്ടോ അത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. നമ്മുടെ KTDCൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താമസിക്കാം. അതുപോലെ തന്നെ താഴെയും താമസിക്കാം. ഇവിടെ താമസിക്കാൻ കുറച്ചുകൂടി റേറ്റ് കൂടും. ഇവിടെ വരെ ജീപ്പ് എത്തും. നമ്മൾ ട്രക്ക് ചെയ്ത് ഇങ്ങനെ തിരിച്ചിതിലെ വന്ന് ഇവിടുന്ന് ജീപ്പ് കയറി പോകാം. അങ്ങനെ ഉള്ളൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാം. മുമ്പ് താഴെ നിന്ന് നടന്നായിരുന്നു പോയിരുന്നത്, ജീപ്പിലായിരുന്നു. നടന്ന് 20 കിലോമീറ്റർ ട്രക്ക് ചെയ്തിരുന്നു വന്നിരുന്നു. ഇപ്പോൾ ജീപ്പ് ഇവിടത്തം വരെ എത്തുന്ന ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്.